കുറേ നാളായിട്ട് വരണമെന്ന് വിചാരിച്ചൊരു കടയിൽ വന്നിരിക്കുകയാണ് ഫുഡി മുക്ബാങ്. ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരു കൊറിയൻ ഫാമിലിയാണ്. പുള്ളിക്കാരിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവരുടെ മെയിൻ റെസ്റ്റോറൻറ്റ് വെൻലയിലാണ്. അത് മറ്റൊരു ദിവസം നമുക്ക് പോകാം. എന്തായാലും ഇവരുടെ ഗോച്ചുജങ് പോലും അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ പ്രൈസിംഗ് ആണ്. 250 രൂപ താഴെയാണ് എല്ലാ ഐറ്റംസും വരുന്നത്. അതിൽ കുറച്ച് ഐറ്റംസ് 50 രൂപ താഴെയുണ്ട്. എല്ലാ ഐറ്റംസും ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ്. നമുക്ക് കുക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. വളരെ നീറ്റ് ആൻഡ് ഐഡിയ ആയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ഏരിയയേ ഉള്ളൂ. ഞങ്ങൾ ക്യൂ നിന്ന് ഓർഡർ ചെയ്തത് ഇന്ന ഐറ്റംസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ആനയെ തിന്നാനുള്ള വിശപ്പുള്ളതുകൊണ്ട് ഞാൻ വരുമ്പോൾ കുറച്ച് അധികം ഐറ്റംസ് ഓർഡർ ചെയ്തു. അത് വരുന്നവരെ ഇവർ ഇവിടെ കൊണ്ടുവന്നേക്കണ പുതിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ഞങ്ങൾ സമയം കളഞ്ഞു. ഇവിടെ വുഡൻ കട്ട്ലറീസ് ആണ് പിന്നെ യൂസ് ചെയ്യുന്നത്. ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ബീഫ് ബുൾഗോഗി വിത്ത് സ്റ്റിക്കി റൈസ്. അതാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കണ്ടിട്ട് നല്ല ഇമ്പ്രസീവായിട്ട് തോന്നി. ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. സൈഡിലിരിക്കുന്നതാണ് കിംച്ചി. ഇതാണ് കൊറിയക്കാരുടെ ഒരു പ്രധാന ഭക്ഷണം. അവരെന്ത് സാധനവും ഇത് കൂട്ടിയാണ് കഴിക്കുന്നത്. ഇതും ഇവിടെ തന്നെ അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അനുഭവം ആദ്യം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കും അനുഭവിക്കും വളരെ ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഫുഡാണ് പാനേഷ്യൻ ക്യൂസീൻ. അതിനകത്ത് കൊറിയൻ ക്യൂസീൻ ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കഴിച്ച് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ പാട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഓഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ നിങ്ങൾക്ക് എക്സ്പ്രഷൻ നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡ് കിഡുമായിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു കഴിച്ച പെർട്ടിക്കുലർ ഫുഡ് തന്നെ ഞങ്ങൾക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. ഇതിൽ യൂസ് ചെയ്യുന്ന റൈസ് ആയിക്കോട്ടെ, ബീഫ് വേവിച്ചിരിക്കുന്ന രീതി ആയിക്കോട്ടെ, ടേസ്റ്റ് വൈസ് ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ടാണ് ഫീൽ ആയത്. പിന്നെ ഇതൊരു അക്വയർഡ് ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കും അനുഭവിക്കും. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിത് പലയിടത്തു നിന്ന് ഇപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടേക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിത് അപ്പീലിംഗ് ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എടുക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ബഡ്സ് ആയിരിക്കുമല്ലോ. എന്തായാലും റൈസ് ഐറ്റംസ് വലിയ ഇഷ്ടമില്ലാത്ത എനിക്ക് പോലും ഇത് ഇഷ്ടപ്പെട്ടു. ഡ്രിങ്ക്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ 2 ഡ്രിങ്ക്സാണ് ആദ്യം ഓർഡർ ചെയ്തത്. ഇത് രണ്ടും ഓരോ ഫ്ലേവേഴ്സാണ്. ഒരെണ്ണം ഉള്ളത് റൈസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഈ കാണുന്നത് ഒരു ടാമറിൻ്റെ ബേസ്ഡ് ഡ്രിങ്കാണ്. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ യുണീക്കായിട്ടുള്ള ഫ്ലേവറായിരുന്നു. ഇന്നവരെ ഞങ്ങൾ കഴിക്കാത്ത രീതിയിലൊരു സംഭവമായിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കുടിച്ചപ്പോൾ തന്നെ ഫാനായിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ പേര് പ്രൊണൗൺസ് ചെയ്ത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നില്ല. എന്തായാലും അത് ബില്ലിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അനുപയ്ക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനുപ ടാമറിൻ്റെ വലിയ ഫാനൊന്നുമല്ല, പക്ഷെ എന്നാലും അനുപയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ ഈ കാണുന്ന റൈസ് ഡ്രിങ്ക് അതൊരു കഞ്ഞിവെള്ളം പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ ഉണ്ടല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനുപയ്ക്ക് പക്ഷേ അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും എനിക്ക് ഈ ഡ്രിങ്ക്സ് ഇങ്ങനെ യുണീക്കായിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞാൻ എന്ത് ടൈപ്പ് ഡ്രിങ്കും കുടിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അനുഭവയെ സംബന്ധിച്ച് ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കഞ്ഞിവെള്ളം പോലെ ഉണ്ടെന്നാണ് അനുഭവം പറഞ്ഞത്. റൈസ് വിത്ത് ബീഫ് ബുൾഗോഗി ഞങ്ങൾ വടിച്ച് തുടച്ച്. ഷെഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഡിഷിൻ്റെ പേരാണ് തെക്ബോക്കി. ഇതൊരു റൈസ് കേക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള സംഭവമാണ്. വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഡിഷാന്ന് പറയേണ്ടി വരും. ഇത് പല വെർഷൻസ് ഉണ്ട്. നോർമൽ ഉണ്ട്, സ്പൈസി ഉണ്ട്, ക്രീമി ഉണ്ട്. ഞങ്ങൾ നോർമൽ തെക്ബോക്കിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ചുറ്റുമുള്ള എല്ലാവരും ഓർഡർ ചെയ്തിരുന്നത് ക്രീമി ആയിരുന്നു. ക്രീമി എന്തായാലും നമുക്ക് വേറെ ദിവസം വന്ന് കഴിച്ച് നോക്കാം. നോർമൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂയി റൈസ് സ്റ്റിക്ക് കഴിക്കുന്ന ഒരു ഫീലാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം കഴിക്കുന്നത്. സംഭവം യുണീക്കായിട്ടുള്ളൊരു ചൂയി ഫീലായിരുന്നു. ഒറ്റൊരു കാര്യം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മധുരം. ഇത് കഴിച്ചപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആ കിംച്ചിയിൽ ഉപയോഗിക്കുന്ന ആ ഗോച്ചുജങ്കിൻ അല്ലെങ്കിൽ കിംച്ചിയുടെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതിലൊരു മതിരിപ്പ് കൂടുതൽ ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇവരിത് കൂടാതെ ബ്രൗൺ ഷുഗർ, വൈറ്റ് ഷുഗർ എന്തോ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സാധനം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയുള്ളൂ. ഇതിൻ്റെ ടെക്സ്ചറും ഇതിൻ്റെ ആ ഒരു ഗോച്ചുജങ് ടേസ്റ്റും എനിക്കിഷ്ടമായി. പക്ഷേ ആ ഒരു മതിരിപ്പ്, എനിക്ക് മധുരം അത്ര ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് അത് മാത്രം അത്ര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ മധുരം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഐ റിയലി ലവ് ദ ടെക്സ്ചർ ആൻഡ് ദ ഹോൾ ടേസ്റ്റ് ഓഫ് ദ ഡിഷ്. അനുപയ്ക്ക് എന്തായാലും മധുരമുള്ള സംഭവങ്ങൾ, ഹണി അൽഫാം പരിപാടികളൊക്കെ ഇഷ്ടമായതുകൊണ്ട് അനുപയാണ് ഇത് മൊത്തം കഴിച്ചു തീർത്തത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ചൂയി, എത്ര ഒരു സ്റ്റിക്കി ഫീലിംഗ് ആണ് ഇതിലുള്ളതെന്നുള്ളത്. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട്. ആ ഒരു മധുരം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. ബൈ ദ വേ, ആ കാണുന്ന മാഡമാണ് ഇതിൻ്റെ ഓണർ. ഈ കാണുന്ന കൊറിയൻ ഹോട്ട് ഡോഗ്സ് പുള്ളിക്കാരി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് കണ്ടത്. ഇതാണ് ടോസ്റ്റ്. ഇത് ചിക്കനിലും ബീഫിലും അവൈലബിൾ ആണ്. ഞാൻ ബീഫ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ക്യൂവിൽ കയറി നിന്നു. അതുപോലെ ഈ കാണുന്ന ബ്രെഡും പുള്ളിക്കാരി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. കിച്ചണിൽ ഇത്രയും ആളുണ്ടായിട്ടും ഓർഡർ അത്ര അധികം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽപ്പായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ ഓർഡർ ചെയ്തതിൽ ഒരു സാധനം കൂടി കിട്ടാനുണ്ടല്ലോ എന്നുള്ളത്. അത് വേറെ ഒന്നുമല്ല, കിംബാപ്പാണ്. കിംബാപ്പ് ജാപ്പനീസ് സൂഷിയുടെ മറ്റൊരു വകഭേദമാണെന്ന് പറയാം. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നത് റോ മീറ്റ് അല്ലാന്നേ ഉള്ളൂ. ചിക്കൻ സോസേജ് കിംബാപ്പാണ് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിനെ കൊറിയയിൽ കിംബാപ്പ് എന്നും ഗിംബാപ്പ് എന്നും പറയും. ഇതുണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. എൻ്റെ പൊന്നെ, ഞാനും അനുപയും ഇതിൻ്റെ ഒരു കട്ട ഫാനാണ്. ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സൂഷി പോലെ ഒരു ഡിഷ് ഞങ്ങൾ അത്രയും ഫാനാവും എന്നുള്ളത്. അതും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ക്രാബ് കിംബാപ്പും
ഈ കാണുന്ന ചിക്കൻ കിംബാപ്പുമാണ്. ക്രാബ് സ്റ്റിക്ക് കിംബാപ്പ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ ലെറ്റ്സ് കിംച്ചിയിലാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇത് കഴിച്ചിട്ടും വളരെയധികം ഇഷ്ടമായി. ഇത് ഭയങ്കര വാല്യൂ ഫോർ മണി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇത് ഞങ്ങൾക്ക് എത്ര ഇഷ്ടമായെന്ന് അറിയാൻ നിങ്ങൾ വരും കാലങ്ങളിലുള്ള വീഡിയോ കണ്ടാൽ മതി. ഞാൻ ഓൾറെഡി ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ 4 തവണ ഇവിടെ പോയി ഓൾറെഡി കിംബാപ്പ് കഴിച്ചിട്ടുണ്ട്, അതും മൾട്ടിപ്പിൾ ഓർഡേഴ്സ്. ഈ ഒരു ഡിഷിൻ്റെ കട്ട ഫാനായി പോയി ഞാനും വൈഫും. ഞങ്ങൾ അതുകൊണ്ട് തന്നെ എപ്പോൾ ഫുഡി മുക്ബാങ്ങിൽ വന്നാലും ഈ ഒരു ഡിഷ് ഓർഡർ ചെയ്യും. അത്ര അധികം ഞങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടു. എനിക്കും എൻ്റെ വൈഫിനും പാനേഷ്യൻ ഫുഡുകളും ടിബറ്റിയൻ ഫുഡ്സുമാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു കട സ്വർഗ്ഗമാണ്. സോസേജ് കൂടാതെ ഇതിനകത്ത് ക്യാരറ്റ്, പിക്കിൾ റാഡിഷ്, എഗ്ഗ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ വരും. ഒരുപാട് വകഭേദമുണ്ട് ഈ ഡിഷിന്. പക്ഷേ ഇതെൻ്റെ ഒരു ഫേവറേറ്റായി മാറി. ഒരുപാട് പേര് ഇവിടെ നിന്ന് പാർസലും വാങ്ങുന്നുണ്ട്. ഒരു ശരാശരി ആൾക്ക് ഇപ്പം തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ആനയെ തിന്നാലെ വിശപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഇത് കഴിച്ച് തീർത്ത് അടുത്ത ഓർഡറിലേക്ക് പോയി. ഇതാണ് ആ മാഡം ഉണ്ടാക്കിയ ബ്രെഡ്. ഇതും കുറേ ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു. വന്നപ്പോൾ തൊട്ട് കാണാനാണ് എല്ലാവരും ഇവിടെ നിന്ന് ടോസ്റ്റ് കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു ബീഫ് ടോസ്റ്റും ഒരു ചീസ് പ്ലൂട്ടോ പപ്പും ഒരു ഡ്രിങ്കും കൂടി ഓർഡർ ചെയ്തു. ഇതാണ് രണ്ടാമത്തെ ബില്ലായത്. എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യുന്നത് ലൈവായിട്ടായതുകൊണ്ട് തന്നെ അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ പോർക്ക് ഡിഷസ് ഇല്ലാതെ പോയത് വലിയൊരു അടിയായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കൊറിയൻസ് ഈറ്റ് എ ലോട്ട് ഓഫ് പോർക്ക്. അപ്പോൾ ആ ഒരു പോർക്ക് ഡിഷസ് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു. ഈവൻ ഞാൻ ഓർഡർ ചെയ്ത ടോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ ടോസ്റ്റും ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ്. എഗ്ഗ്, ഹാം, ചിക്കൻ സോസേജ്, ബീഫാണെങ്കിൽ ബീഫ് ബുൾഗോഗി, ഇതൊക്കെ കൂടെയാണ് ടോസ്റ്റിൽ വരുന്നത്. ഇതെല്ലാം കൂടാതെ ഇതിലേക്ക് ചീസ് സ്ലൈസും കൂടെ അവർ ആഡ് ചെയ്യും. ഇതിൻ്റെ മുകളിലേക്കാണ് പിന്നെ ഹാം വെക്കുന്നതും ബീഫ് ബുൾഗോഗി ആഡ് ചെയ്യുന്നതും ചിക്കൻ ആണെങ്കിൽ ചിക്കൻ സോസേജൊക്കെ ആഡ് ചെയ്യുന്നത്. എന്തായാലും ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞങ്ങൾ പെട്ടു എന്നുള്ളത്. ഈ ടോസ്റ്റിൻ്റെ വലിപ്പം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി, ഇത്രയും ഫുഡുകൾ ഓർഡർ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ ഒരു സാധനം ഓർഡർ ചെയ്യരുതായിരുന്നു എന്നുള്ളത്. ബേസിക്കലി ഇതൊരാൾ കഴിച്ച് വയറിറക്കാനുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഹാഫായിട്ട് കഴിക്കാൻ തീരുമാനിച്ചു. കാണാൻ പൊളി, സ്മെൽസ് ഗ്രേറ്റ്. പിന്നെ ഒരു ബൈറ്റ് എടുത്തപ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി, കിടിലൻ ഐറ്റം. ബീഫ് ടോസ്റ്റ് വാസ് സൂപ്പർ ഇംപ്രസീവ്. ഞാനത് ആദ്യമേ പറയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വായിലേക്ക് ഇഷ്ടം പോലെ ഫ്ലേവേഴ്സാണ് വന്നത്. കാരണം ഓൾറെഡി അത് മഷ്റൂം ഉണ്ട്, ബീഫുണ്ട്, ചീസുണ്ട്, മുട്ടയുണ്ട്, എല്ലാം കൊണ്ട് കിടിലൊരു ഡിഷ്. ഫോർ ദ പ്രൈസ് ഐ ഫെൽറ്റ് ഇറ്റ് സൂപ്പർ ഗുഡ്. ഒറ്റൊരു സംശയമായിരുന്നു എൻ്റെ മനസ്സിൽ, ഇത് ഞാൻ എങ്ങനെ തിന്നു തീർക്കും എന്നുള്ളത്. പക്ഷെ നല്ല ഫുഡിനൊരു കുഴപ്പമുണ്ട്, എത്ര വയറ് പറഞ്ഞാലും നമുക്കത് തിന്നുകൊണ്ടിരിക്കാൻ തോന്നും, നിർത്താനേ തോന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഫില്ലിങ് അത്ര സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അനുപയ്ക്കും കഴിച്ചിട്ട് അത് തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. അനുപയ്ക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ അനുപ എന്നോടൊരു കൊലച്ചതി ചെയ്തു. ഒരു ബൈറ്റ് കടിച്ചതിന് ശേഷം അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു, ഏട്ടാ എനിക്കിനി ഇത് കഴിക്കാൻ പറ്റുമെന്ന് തോന്നണം, എൻ്റെ വയറ് അറിഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഒന്നും കൂടി കൺവിൻസ് ചെയ്ത് ഒരു ബൈറ്റും കൂടി എടുപ്പിച്ചു. ബാക്കി ഞാൻ തിന്ന് തീർക്കണം എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ ഈ സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് പ്ലൂട്ടോ പപ്പ്. ഇത് 3 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഓർഡർ ചെയ്തത് ചീസ് പ്ലൂട്ടോ പപ്പാണ്. ചീസിൻ്റെ ഒരു കടുത്ത ആരാധകനാണ് ഞാനും എൻ്റെ വൈഫും. അനുപ അതിൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൊണ്ട് വയറ് സേവ് ചെയ്തത്. ഞാനപ്പോൾ ഓൾറെഡി പെട്ടുപോനെ എന്നുള്ള സീനിൽ നിൽക്കണേ കേട്ടോ. അനുപയാണെങ്കിൽ കഴിച്ചിട്ട് എന്നോട് പറഞ്ഞു, കിഡിലിനാണ്, സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞു. മുകളിൽ ഹാഫ് ഭാഗം മൊത്തം ചീസും അതിന് താഴേക്ക് സോസേജുമാണ്. അതോടെ അനുപ ഗിവ് അപ്പ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ സകല ഫുഡ് ദൈവങ്ങളെയും വിചാരിച്ചുകൊണ്ട് അമരേന്ദ്ര ഫുഡ് ബലി എന്ന് പറഞ്ഞ് നേരെ ഗത എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് അപാര ടേസ്റ്റാണ്, എനിക്ക് പറ്റിയ ഫുഡാണെന്നുള്ള. ഇന്ന് എന്തോ ഫുഡ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അന്യായ ആപ്പറ്റൈറ്റ് ആയിരുന്നു. ഞാൻ എന്തായാലും ഇതും ഫുള്ളായിട്ട് കഴിച്ചു തീർക്കും എന്നുള്ളത് എനിക്ക് കോൺഫിഡൻസ് വന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഞാനൊരു ഡ്രിങ്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ ഞാൻ ആ ചീസ് കഴിച്ച് അത് ആസ്വദിച്ച്, അതിൻ്റെ ചീസ് പുള്ളൊക്കെ ആസ്വദിച്ച്, പിന്നെ ഞാൻ ഇത് കഴിച്ച് തീർക്കണത് ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ മറന്നുപോയി എന്നുള്ളതാണ്. ഫുഡ് അത്രയും ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ചില ഫുഡ് നമുക്ക് വയറ് നിറഞ്ഞിരുന്നാലും ടേസ്റ്റ് കാരണം കഴിക്കാൻ പറ്റും. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് ഇതാണ്. അതിൻ്റെ കാരണം എന്ന് പറയട്ടെ, ഇതിന് പക്ക വൈൻ്റെ ടേസ്റ്റ് ആയിരുന്നു. ക്രിസ്മസിനൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് വൈൻ്റെ ഒരു ടേസ്റ്റ്, അതും കൂടെ കൂട്ടി പിടിച്ച് ഞാൻ ഈ സോസേജും തിന്ന് ഇന്നത്തെ ഇവിടുത്തെ കലാപരിപാടി ഫിനിഷാക്കി. അപ്പോഴേക്കും കട നിറച്ച ആളായി നിൽക്കാൻ സ്ഥലമില്ല എന്നുള്ളൊരവസ്ഥയായി. എന്തായാലും ഫുഡ് വാസ് ഗ്രേറ്റ്. അത്രയധികം ഇമ്പ്രസീവായി തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് ശേഷവും 4 തവണ വന്നു. ആ വീഡിയോസ് എല്ലാം ചാനലിൽ ഇടുന്നതായിരിക്കും. എന്തായാലും ഫുഡി മുക്ബാങ് വാസ് സൂപ്പർ ഗുഡ്. ലൊക്കേഷൻ കലൂർ ഹാജി ഇബ്രാഹിമിൻ്റെയും ഫലൂഡ ഹബിൻ്റെയും നടുവിലായിട്ട് വരും. ഗൂഗിൾ മാപ്സിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഫുഡ് സ്പോട്ടായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്.